ഇപ്പൊ 12th പരീക്ഷ എഴുതാൻ പോകുന്ന എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ പരീക്ഷയുടെ ചൂടിലായിരിക്കും. എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനുകൾ ആപ്ലിക്കേഷൻ വിളിക്കുന്ന ടൈം ആയതുകൊണ്ട്, എക്സാമിന്റെ ചൂടിലായതുകൊണ്ടും ശ്രദ്ധിക്കില്ല ഏതിന് അപ്ലൈ ചെയ്യണം. ചിലപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയം കടന്നു പോകും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഏതൊക്കെ എക്സാമിനേഷനാണ് എഴുതേണ്ടത്? അതറിഞ്ഞാലാണല്ലോ അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. കേരളത്തിലുള്ള വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 എക്സാമിനേഷനുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. സാധ്യമെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. നല്ല റാങ്കിൽ വരാൻ ശ്രമിക്കണം. ആദ്യത്തെ എക്സാമിനേഷൻ ഒരു സംശയമില്ല, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ 2 എണ്ണം ഉണ്ട്. മെയിൻസും ഉണ്ട്, അഡ്വാൻസും ഉണ്ട്. ഈ മെയിൻസ് തന്നെ വീണ്ടും 2 പേപ്പറാണ്, പേപ്പർ 1ഉം പേപ്പർ 2. ഈ ജെയ് മെയിൻ പേപ്പർ 1 വരുന്നത് എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയാണ്. അത് ഏതിലൊക്കെയാണ്? ഏതാണ്ട് 30-ലധികം NIT-കൾ, അതിൽ തന്നെ പ്രീമിയർ ആയ NIT 10-12 ബെസ്റ്റ് NIT-കളാണ് കേട്ടോ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രിപ്പിൾ IIT-കൾ, ഹൈസ്ക്വയർ IIT-കൾ എന്നും വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, 23-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ദേശീയ തലത്തിൽ IT പഠനത്തിന്, കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിന് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദെൻ പിന്നെ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഈ 3 ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയാണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസിൽ പേപ്പർ 1 നടത്തുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത്, അപ്പോൾ പേപ്പർ 1ൽ 300 മാർക്സ് ആണ്. അതിൽ ഏകദേശം ഒരു 150 മുതൽ 180 വരെ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് മോശമല്ലാത്ത നല്ല NIT-കളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ റാങ്ക് വരുമ്പോൾ ഏകദേശം ഒരു 40,000-നും 60,000-നും ഇടയിൽ റാങ്ക് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു NIT-യിൽ പ്രാധാന്യമുള്ള കോഴ്സ് തന്നെ കിട്ടുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന് 400 മാർക്സിനുള്ള ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ്, രണ്ടാമത്തത് 400 മാർക്സോടുകൂടി ബി പ്ലാനിങ്ങിനുള്ള, BRക്കും ബി പ്ലാൻ. അപ്പൊ മെയിൻസിലെ പേപ്പർ 2 എന്ന് പറയുന്നതാണ്. ദെൻ അതിൽ വരുന്നത് പ്രധാനമായിട്ടും SPA, സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, 3 ബ്രാഞ്ചുകൾ, ഡൽഹി അടക്കം 3 ബ്രാഞ്ചുകളുണ്ട്. ദെൻ NIT-കളിൽ വളരെ പ്രധാനപ്പെട്ട NIT-കളിൽ കൊടുക്കുന്ന ആർക്കിടെക്ചർ പ്രോഗ്രാം, അത് കാലിക്കറ്റ് NIT ഉണ്ട്, ട്രിച്ചി NIT ഉണ്ട്. അപ്പോൾ ഈ NIT-കളിൽ നമുക്ക് ആർക്കിടെക്ചറിന് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ രണ്ടാമത്തെ പേപ്പർ 2, മെയിൻസിലെ പേപ്പർ 2. അതൊരു 400-ൽ ഒരു 250, 290 ഒക്കെ വരുന്ന ആളുകൾക്ക് മോശമില്ലാത്ത നല്ല NIT-യിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനം എന്തുകൊണ്ടാണ് NIT എഞ്ചിനീയറിംഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്, കോർ പ്ലേസ്മെന്റ് തന്നെ കിട്ടുന്നു എന്നതും ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എന്നുള്ളതും, മറ്റൊന്ന് റിസർച്ച് ഓപ്പണിങ്സിന് താല്പര്യമുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അക്കാദമിക പശ്ചാത്തലമാണ് ഈ NIT-കളിലുള്ളത്. ദെൻ ജെയ് മെയിൻസ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സെർട്ടൺ നമ്പർ കാൻഡിഡേറ്റ്സിന് അഡ്വാൻസിൽ അവർക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് IIT-കളിലേക്കുള്ളതാണ്. 23 IIT-കളാണ് ഇന്ത്യയിലുള്ളത്. അതിലേക്കുള്ള അഡ്മിഷന് അഡ്വാൻസ്ഡ് ആണ് പരിഗണിക്കുന്നത്. ഈ അഡ്വാൻസ്ഡ് IIT-ലേക്ക് മാത്രമുള്ളതല്ല കേട്ടോ. IS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയർ ആയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BS പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്ക് പറ്റും. മറ്റൊന്ന് IST, ആളുകൾക്ക് പൊതുവേ എയറോസ്പേസും എയറോനോട്ടിക്കലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സെലക്ഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. അത് അഡ്വാൻസ്ഡ് വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ അഡ്വാൻസ്ഡ് വഴി വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടോട്ടൽ 2 സെഷനായിട്ട് 360 മാർക്കിൽ ഒരു 85-90 മാർക്കൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടും. പക്ഷേ റാങ്ക് നോക്കുമ്പോൾ ഒരു 12,000-നുള്ളിൽ വന്നാൽ പ്രധാനപ്പെട്ട IIT-കളിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അഡ്മിഷൻ കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അത് ലക്ഷ്യമാക്കി വേണം പഠിക്കാൻ. ഇനി രണ്ടാമത് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ BITS പിലാനി, BITS ഗോവ, BITS ഹൈദരാബാദ്. ഈ BITS ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. നല്ല ഫീസ് ഉണ്ട്, 6 ലക്ഷത്തിനടുത്താണ് ഫീസ് വരുന്നത്. അതുകൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം അത് അപ്ലൈ ചെയ്താൽ മതി. 450 മാർക്കിനാണ് എക്സാമിനേഷൻ വരുന്നത്. അതിൽ ഏകദേശം ഒരു 150, 285, 330 ആ റാങ്കിലൊക്കെ വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു BITS-ന്റെ ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടി. എന്താ BITS-ന്റെ പ്രത്യേകത? ഗ്ലോബലി നല്ല സ്ഥാനമുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപനം, ടെക്നോളജിയിൽ പ്രത്യേകിച്ച് കോർ ബ്രാഞ്ച്, കോർ ഏരിയ പ്ലേസ്മെന്റ്, അതിനേക്കാൾ ഉപരി ലീസ്റ്റ് പ്രിഫർഡ് ബ്രാഞ്ചുകളൊക്കെ കോർ കമ്പനികൾ പ്ലേസ്ഡ് ആവുന്നു.
ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ ഐവി ലീഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വരെ മാസ്റ്റേഴ്സിന് പോകാനുള്ള ചാൻസ് ഒരുക്കുന്നു ബിറ്റ്സ് പിലാനി എന്നതാണ്, അല്ലെങ്കിൽ ബിറ്റ്സ് ഗോവ, ബിറ്റ്സ് ഹൈദരാബാദ് എന്നതാണ് ഈ സ്ഥാപന ഗ്രൂപ്പിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് പോക്കറ്റ് വലുതായ ആളുകൾ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. പിന്നെ വരുന്നത് നമുക്ക് സംശയമില്ല VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 5,000 10,000 ഉള്ളിൽ റാങ്കിൽ വരുന്ന ആളുകൾക്ക് മാത്രം ഫീസ് കുറവുള്ളൂ, 1.9 lakhs. ബാക്കി പിന്നെ അങ്ങോട്ട് വരുന്ന സ്ലാബ് അനുസരിച്ചാണ്. സ്ലാബ് 1, സ്ലാബ് 2, സ്ലാബ് 3 അപ് ടു 10,000 വരുന്നത് സ്ലാബ് 1ലാണ് വരുന്നത്. ഒരു 1.9 lakhs 2 lakhs ഈ വർഷം കൂടുമോന്ന് അറിയില്ല. ഏതായാലും 2.5 താഴെ വരുന്ന ഫീസിലാണ് അത് വരുന്നത്. സ്ലാബ് 2ലേക്ക് വരുമ്പോൾ ഫീസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഗ്രൂപ്പിൽ IIT-കളുടെയൊക്കെ നമ്മൾ ഈ IIT-കളുടെയൊക്കെ ഫീസ് ഏകദേശം അത്രയൊക്കെ തന്നെ വരും. ഒരു 2 lakhs അറൗണ്ട് വരും. വരുമാനം കുറവുള്ള, ഒരു ആനുവൽ ഇൻകം കുറവുള്ള ആളുകൾക്ക് ഫീസ് ഇളവുണ്ട്. ദെൻ അപ്പൊ IIT-യിലൊക്കെ ഒരു 2 ലക്ഷം വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള അങ്ങനെ പോകുന്ന ആളുകൾ, NIT-യിൽ പോകുന്ന ആളുകൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും VIT സെലക്ട് ചെയ്യാം എന്നതുകൊണ്ടാണ് ഞാൻ VIT പറയുന്നത്. ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളായിട്ട് ടൈപ്പ് വരുന്നുണ്ട് VIT-ക്ക്. ദെൻ അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ധാരാളം ഉണ്ട്. അതോടൊപ്പം നല്ല കോർ പ്ലേസ്മെന്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് IT-യിൽ. മാത്രമല്ല രസകരമായ വൈവിധ്യമാർന്ന ഒരുപാട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് മെക്കാനിക്കൽ, ഓട്ടോമോട്ടീവ് പോലുള്ളത്, ബയോ എഞ്ചിനീയറിംഗ് പോലുള്ള, ബയോ ടെക്നോളജി ഒക്കെ പോലുള്ള കുറച്ചുകൂടി പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയ ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് VIT-യുടെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് കുസാറ്റ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്താ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രത്യേകത? ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായ കോഴ്സ് കുസാറ്റിലുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അതാകെ പ്രധാനപ്പെട്ട 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് കുസാറ്റ് എന്നുള്ളതാണ്. 2 IIT-കൾ കഴിഞ്ഞാൽ പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ കുസാറ്റ് ആണ് നമ്പർ ഓഫ് പ്ലേസ്മെന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ട് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുസാറ്റ് നല്ലൊരു ചോയ്സ് ആണ്. സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായ ബിടെക് ബ്രാഞ്ച് ആണ്. ഏറ്റവും പ്രീമിയർ ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ, നാഷണൽ ഫയർ സർവീസ് കോളേജ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുസാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ പിന്നെ മറൈൻ എഞ്ചിനീയറിംഗ് അത്രത്തോളം പ്ലേസ്മെന്റ് വരുന്നില്ലെങ്കിലും കുസാറ്റ് മോശമില്ലാത്തൊരു സ്ഥാപനമാണ്, സെലക്ട് ചെയ്യാം. മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസ്, IT പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന നിലക്ക് കുസാറ്റിന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇതാണ് കുസാറ്റിന്റെ പ്രത്യേകത. അപ്പൊ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ മതി. പലപ്പോഴും കുസാറ്റ് ചൂസ് ചെയ്യുന്നതിൽ അമാന്തം കാണിക്കുന്ന ഒരു സ്വഭാവം വരാറുണ്ട്. മറ്റ് ബ്രാഞ്ചുകൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കലൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അതേസമയത്ത് കമ്പ്യൂട്ടർ സയൻസും IT-യും ഇലക്ട്രോണിക്സും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേവൽ ആർക്കിടെക്ചർ, ദെൻ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഇതൊക്കെ തീർച്ചയായിട്ടും കുസാറ്റ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കീം. നമുക്ക് ഓപ്റ്റ് ചെയ്യാം. കീമിന്റെ ഒരു പ്രത്യേകത 140-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കീമിലുള്ളത്. ഗവൺമെന്റ് കോളേജുകളിൽ ഒരു 7 എണ്ണം, ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിൽ ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിൽ ആദ്യത്തെ ഒരു 10-20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ബെസ്റ്റ് പ്ലേസ്മെന്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കീം നിർബന്ധമായിട്ടും അപ്പിയർ ചെയ്യണം. കീമിന്റെ ഡേറ്റിന്റെ കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ആയിട്ടില്ല. മാത്രമല്ല കീം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രീതി തന്നെ ഓൺലൈൻ ആക്കുന്നു, മാർക്ക് കുറക്കുന്നു. 960 മാർക്കിലാണ് ടോട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ 480 ഫിസിക്സ് കെമിസ്ട്രിയും 480 മാത്സും ആയിരുന്നെങ്കിൽ അത് ടോട്ടൽ 300 മാർക്കിലേക്ക് മാറ്റി ഓൺലൈൻ എക്സാമിനേഷൻ ആക്കുന്നു എന്ന മാറ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരോ ഇല്ലേ, ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾ കീം നിർബന്ധമായിട്ടും എഴുതണം. അപ്പൊ ഒന്നുകൂടി ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം, JEE എഴുതണം, ബിറ്റ്സ് പിലാനി എഴുതണം, ദെൻ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഴുതണം, കുസാറ്റ് എഴുതണം, പ്ലസ് അതോടൊപ്പം കീമും എഴുതണം. ഈ എക്സാമുകളെ കുറിച്ച് മറക്കാതിരിക്കുക. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസിന്റെ ആദ്യത്തെ സെഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, നാളത്തോടുകൂടി അത് കഴിയും. ഫെബ്രുവരി 1 അത് കഴിയും. ദെൻ അതോടൊപ്പം രണ്ടാമത്തെ സെഷൻ വരുന്നത് ഏപ്രിൽ 1 മുതൽ 15 വരെയാണ്. ഫെബ്രുവരി ആദ്യ വീക്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മാർച്ചോടുകൂടി ലാസ്റ്റ് ഡേറ്റും വരും. ദെൻ JEE കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബിറ്റ്സ് പിലാനി. 2 സെഷനായിട്ടാണ് നടത്തുന്നത്. 2 സെഷൻ നമുക്ക് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഈ ആദ്യത്തെ സെഷൻ എക്സാമിനേഷൻ വരുന്നത് മെയ് 21 മുതൽ 26 വരെയാണ്. ആ സെഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഏപ്രിൽ 11 ഈ ഏപ്രിൽ 11 രണ്ടാമത്തെ സെഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അഥവാ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ രണ്ടാമത്തെ സെഷൻ വരുന്നത് ജൂൺ 22 മുതൽ 26 വരെയുള്ള ടൈമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈം ജൂൺ 10 ആണ്.
അപ്പോൾ ജൂൺ 10 ലാസ്റ്റ് ഡേറ്റ് വരെ, അപ്പോഴത്തേക്കും നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ ആ ഒരു സെഷൻ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ദെൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിറ്റ്സാറ്റിന്റെ ആ ഒരു ടൈം കണക്കാക്കി സമയങ്ങൾ എല്ലാ സമയവും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വരുന്നത് ക്യുസാറ്റ് ആണ്. ക്യുസാറ്റിന്റെ പ്രത്യേകത, ക്യുസാറ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 26 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. മെയിലാണ് എക്സാമിനേഷൻ. 10, 11, 12 എക്സാമിനേഷൻ വരുന്നത്. ദെൻ അതുപോലെ VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആപ്ലിക്കേഷൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. മാർച്ച് 30 ലാസ്റ്റ് ഡേറ്റ്. ഏപ്രിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ 1 മുതൽ 15 വരെയും, അത് കഴിഞ്ഞ ഉടനെ ഏപ്രില് തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദെൻ മെയില് ക്യുസാറ്റ് നടക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ സമയക്രമം. അത് മനസ്സിലാക്കി അത് കണ്ട് കൃത്യസമയത്ത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി നല്ല ജോബിലേക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.